എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് പരിധിയിലുള്ള ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്തിട്ടും പോർഷൻ ട്രാക്കറിലെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ കാണാനില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഈ സെഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇത്തരത്തിൽ രജിസ്ട്രേഷനുകൾ ഉറപ്പാക്കിയതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ 100% ഗുണഭോക്താക്കളെ പോർഷൻ ട്രാക്കറിലേക്ക് കൊണ്ടുവരാനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യപടിയായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഗുണഭോക്താവിനെ പോർഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. 3 രീതിയിലാണ് പ്രധാനമായിട്ടും ഗുണഭോക്താക്കൾ നമ്മളെ പോർഷൻ ട്രാക്കറിലേക്ക് കടന്നുകൂടുക. ആദ്യത്തേത് സ്വാഭാവികമായിട്ടും അംഗൻവാടി വർക്കറുടെ ലോഗിൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുണഭോക്താവിനെ അരികിലിരുത്തി FRS KYC ഒക്കെ പൂർത്തിയാക്കി വിവരശേഖരണങ്ങളൊക്കെ കൃത്യമായി ടൈപ്പ് ചെയ്ത് അവസാനം ടീച്ചറെ ക്യാഷ് ഫോണിലേക്ക് വരുന്ന 4 അക്ക OTP സ്വീകരിക്കുന്ന സമയമാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ പൂർത്തിയാവുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. ഗുണഭോക്താവ് സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് ബെനിഫിഷ്യറി ലോഗിനിലൂടെ അവർക്ക് രജിസ്ട്രേഷൻ പോർഷൻ ട്രാക്കറിലേക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം. ഇനി മൂന്നാമത് നോക്കുക. അത് ഗുണഭോക്താക്കൾക്ക് കിട്ടിയ ഇളവാണ്. പ്രത്യേകിച്ച് നമ്മളെ ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാരെ രജിസ്റ്റർ ചെയ്യുന്ന സമയം, അവർക്ക് ആധാർ ഇല്ലെങ്കിലും മറ്റ് രേഖകൾ ഉപയോഗപ്പെടുത്തുന്ന സമയം സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് വഴി നമ്മളെ സൂപ്പർവൈസറുടെ ഒരു അപ്രൂവൽ ആവശ്യമാണ്. അതിലൂടെയും 3 ആളുകൾ കയറി വരാവുന്നതാണ്. ഇത്തരത്തിൽ 3 രീതിയിൽ ഇന്ന് പോർഷൻ ട്രാക്കറിനകത്തേക്ക് രജിസ്ട്രേഷൻ ഉറപ്പാക്കാം. ഇത് ഏത് രീതിയിൽ ചെയ്തിട്ടും നമ്മളെ പോർഷൻ ട്രാക്കറിൻ്റെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ഈ പറയുന്ന ആളുകളെ കാണാനില്ലാത്ത സാഹചര്യത്തിലാണ് ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞത് പ്രകാരം നമ്മൾ അംഗൻവാടി വർക്കർ ലോഗിനിലൂടെയാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻസ് ഉറപ്പാക്കി സക്സസ്ഫുൾ എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളെ പോർഷൻ ട്രാക്കർ ഒന്ന് ലോഗൗട്ട് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം വീണ്ടും ബെനിഫിഷ്യറി ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഭാഗത്തും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ശ്രദ്ധിക്കേണ്ടത് ബെനിഫിഷ്യറി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഏറ്റവും മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 3 ഓപ്ഷനുകളിൽ വിവരിച്ച് തന്നതാണ് നമ്മൾ. ആദ്യത്തേത് നിങ്ങൾക്ക് കാണുന്നത് ക്ലൗഡ് ബട്ടൺ, രണ്ടാമത് കാണുന്നത് റീഫ്രഷ് ബട്ടൺ, മൂന്നാമത് കാണുന്നത് ബെല്ലൈക്കൺ. ഈ 3 ഭാഗങ്ങൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 3ഉം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യത്തേത് ക്ലൗഡ് ബട്ടനാണ്. ഈ ക്ലൗഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയം ഇവിടെ 0 എന്നോ 1 എന്നോ കാണാൻ സാധിക്കും. 0 ആണെങ്കിൽ അവിടെ പെൻഡിങ് ഒന്നുമില്ല. എന്നാൽ 1 ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം, പ്രത്യേകിച്ച് രജിസ്ട്രേഷനാണ് നമ്മൾ ചെയ്തത്, ആ പ്രോസസ്സ് അവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പെൻഡിങ് ആണ്, സെർവറിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രീതിയിലോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ഇത്തരത്തിൽ റെഡ് മാർക്ക് എറർ കാണാൻ സാധ്യതയുണ്ട്. ഇവിടെ ഉദാഹരണത്തിന് ഒരു റെഡ് മാർക്ക് വന്നു. ഈ ഒരു എറർ വന്ന കാരണം ടീച്ചറുടെ ഗുണഭോക്താവ് എന്തായില്ല, പോർഷൻ ട്രാക്കറിലെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് കടന്നു വന്നില്ല. എന്നാൽ സക്സസ്ഫുൾ ഒക്കെ കണ്ടതാണ് ടീച്ചർ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ? ഈ റെഡ് മാർക്കിൽ വിശദീകരിക്കുന്നത് ഒരു കുട്ടിയെയാണ് ടീച്ചർ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചത്. ആ കുട്ടിയുടെ അവസാന പേജിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന സമയം കുട്ടിയുടെ താമസ സൗകര്യം ടീച്ചർ അവിടെ ഓപ്ഷണൽ ആയതുകൊണ്ട് വിട്ടുപോയി. അതായത് അത് ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ടീച്ചർ സബ്മിറ്റ് കൊടുത്തത്. എന്നാലും സക്സസ്ഫുൾ എന്ന് കാണും. പക്ഷേ ഈ ഒരു സന്ദേശം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാനം കാണുന്ന വേരിഫിക്കേഷനുകൾ, അവസാനം കാണുന്ന വിവരശേഖരണ ഫോമുകൾ മുഴുവനായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് ഓരോ ഗുണഭോക്താവിനും ഓരോ രീതിയിലായിരിക്കും. പക്ഷേ ഈ പറയുന്ന താമസ സൗകര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്ന കോളം ടെമ്പററി ആണോ പെർമനൻ്റ് ആണോ അവരുടെ റെസിഡൻറ്റ് ടൈപ്പ് നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യണം. അത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ടാണ് ഇത്തരത്തിൽ എറർ മാർക്ക് വന്നത്. പക്ഷേ ടീച്ചർക്ക് സക്സസ്ഫുൾ എന്ന് കണ്ടു, ബെനിഫിഷ്യറി ലിസ്റ്റിൽ പേര് വന്നില്ല. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങളും തെറ്റുകളും എററുകളൊക്കെ വരുന്നത് എവിടെയാണ്? ഈ പറയുന്ന ക്ലൗഡ് ബട്ടണിലാണ് ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയം മാത്രമേ നമുക്ക് ഈ ഗുണഭോക്താവിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തതിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായി വരും എന്ന് കരുതിയിരുന്നാൽ ആ ഗുണഭോക്താവിൻ്റെ ടെന്യൂർ, അതായത് കാലാവധി 6 മാസമാണോ 3 വയസ്സാണോ 6 വയസ്സിന് ശേഷമാണോ പ്രസവം കഴിഞ്ഞോ, ഇതൊക്കെയാണ് ടെന്യൂർ എന്ന് പറയുന്നത്. ആ കാലാവധിയൊക്കെ കഴിയുന്നവരെ നമ്മൾ നോക്കിയിരുന്നാൽ ആ ഗുണഭോക്താവ് പോർഷൻ ട്രാക്കറിലേക്ക് വരില്ല. പോർഷൻ ട്രാക്കറിലേക്ക് വരാത്ത ഗുണഭോക്താവൊന്നും യഥാർത്ഥ ഗുണഭോക്താവല്ല. അവർക്ക് നമുക്ക് ഒരു സേവനം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ദിവസം പരമാവധി 24 മണിക്കൂർ വരെ നമുക്ക് ക്ഷമിക്കാൻ കഴിയുള്ളൂ. അത്ര മാത്രമേ വെയിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആ വെയിറ്റ് ചെയ്യലിന് ശേഷം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ 24 മണിക്കൂർ വരെ നിർബന്ധമായിട്ടും നമ്മൾ ഈ ഗുണഭോക്താവിനെ വെയിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത് ഓപ്ഷൻ നോക്കുക. അതായത് ആദ്യം ടീച്ചറുടെ ലോഗിനിലൂടെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് തന്നു, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു തന്നു. ഇനി രണ്ടാമത്, അതായത് ബെനിഫിഷ്യറി സ്വന്തമായി അവരുടെ ഫോൺ ഉപയോഗപ്പെടുത്തി വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ബെനിഫിഷ്യറി ഇൻ്റർഫേസ് ലോഗിനിലൂടെയാണ് അവർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി
സക്സസ്ഫുൾ വന്നു എന്ന് ടീച്ചറെ വിളിച്ചറിഞ്ഞിട്ടും ലിസ്റ്റിൽ വരാത്ത സാഹചര്യത്തിൽ ടീച്ചർ ശ്രദ്ധിക്കേണ്ട ഭാഗം എങ്ങനെയാണ്? അവിടെ നിന്ന് സക്സസ്ഫുൾ വന്നാലും നമ്മളുടെ ഫോണിനകത്ത് അല്ലെങ്കിൽ പോർഷൻ ട്രാക്കറിലെ ബെനിഫിഷ്യറി ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ടീച്ചർ ഒരു അപ്രൂവൽ കൊടുക്കണം. അതെവിടെയാണ്? മോർ എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടീച്ചറെ പോർഷൻ ട്രാക്കറിലെ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയം ബെനിഫിഷ്യറി ഇൻ്റർഫേസ് റിക്വസ്റ്റ് എന്ന് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയം ഇവിടെ നമ്മുടെ ഗുണഭോക്താവ് പൂർത്തിയാക്കിയ രജിസ്ട്രേഷൻ വിവരങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് ടീച്ചർ അപ്രൂവൽ കൊടുത്താൽ മാത്രമാണ് അല്ലെങ്കിൽ അക്സെപ്റ്റ് കൊടുത്താൽ മാത്രമാണ് ബെനിഫിഷ്യറി ലിസ്റ്റിൽ കയറി വരികയുള്ളൂ. അവിടെയും ശ്രദ്ധിക്കേണ്ടത് ടീച്ചറുടെ ഫോണിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് സെർവറിലേക്ക് പോയിട്ടില്ലെങ്കിൽ 24 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മൂന്നാമത് ഓപ്ഷനിൽ എങ്ങനെയാണ് ഗുണഭോക്താവിനെ ഈ നമ്മളെ ഫോണിനകത്തേക്ക് വരുത്തുക അല്ലെങ്കിൽ നമ്മളെ ആപ്പിനകത്തേക്ക് വരുത്തുക, ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് വരുത്തുക എന്നുള്ളത് കൃത്യമായി അറിയുക. അതായത് നമുക്കറിയാം നമ്മളുടെ പ്രഗ്നൻറ്റ് വുമണും ലാക്ടേറ്റിംഗ് മദറും അവർക്കൊക്കെ ഒരു ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ ആധികാരികമായിട്ടുള്ള രേഖയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് ആധാർ കാർഡിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അപ്ഡേറ്റ് ചെയ്യാൻ കാലതാമസം എടുക്കുന്നുണ്ടെങ്കിൽ പരമാവധി 3 മാസത്തിനുള്ളിൽ അവർക്ക് പൊടികളൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 3 മാസം പൊടികൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി, സേവനങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അവരെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്നതിന് ആധാർ ഇല്ലെങ്കിലും മറ്റു രേഖകൾ ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്യാമെന്നുണ്ട്. അത്തരം രീതിയിൽ രജിസ്ട്രേഷൻ ഉറപ്പാക്കുന്ന സമയം നമുക്ക് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് വഴി സൂപ്പർവൈസറുടെ ഒരു അപ്രൂവൽ നിർബന്ധമാണ്. അത്തരത്തിൽ സൂപ്പർവൈസർ വെരിഫൈ ചെയ്ത് അപ്രൂവൽ കൊടുത്ത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയം നമ്മളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് കടന്നു വരികയുള്ളൂ. അവിടെ അക്സെപ്റ്റ് ചെയ്തില്ല, പെൻഡിങ് ആക്കി നിർത്തി അല്ലെങ്കിൽ റിജക്റ്റ് ആക്കിയെങ്കിൽ നമ്മൾ എത്ര കാത്തിരുന്നാലും ബെനിഫിഷ്യറി നമ്മളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് വരില്ല എന്നുള്ളത് അറിയുക. അപ്പോൾ ഇത്തരത്തിൽ സൂപ്പർവൈസർ അവിടെ പെൻഡിങ് പൂർത്തിയാക്കിയോ അപ്രൂവൽ കൊടുത്തോ റിജക്റ്റ് ചെയ്തോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ പോർഷൻ ട്രാക്കറിലേക്ക് ആ സംവിധാനമുണ്ട്. അതാണ് നമ്മളുടെ പോർഷൻ ട്രാക്കർ തുറന്നുടനെ തന്നെ ഒരു ആക്ഷൻ സെൻറ്റർ അവിടെ കാണും. ഇതാണ് ആക്ഷൻ സെൻറ്റർ. ഈ ഭാഗത്ത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്, ഈ കോളം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയം ഇവിടെ പെൻഡിങ് ഉണ്ടോ, റിജക്റ്റ് ആണോ, എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് കാണാൻ സാധിക്കും. അഥവാ അപ്രൂവൽ ആണെങ്കിൽ അപ്രൂവൽ ലിസ്റ്റിൽ ആ ഗുണഭോക്താവിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാലും പരമാവധി 24 മണിക്കൂർ വരെ ടീച്ചർക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കും. ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗുണഭോക്താവ് നമ്മളുടെ ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് കടന്നു വരും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ ഒരു സക്സസ്ഫുൾ എന്ന സന്ദേശം കണ്ടു കഴിഞ്ഞു ഇനി എന്തെങ്കിലും വരുമെന്ന് കാത്തിരുന്ന് കഴിഞ്ഞാൽ, ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ ആ ഗുണഭോക്താവിൻ്റെ ടെന്യൂർ കഴിയുന്നത് വരെ അവരിതിലേക്ക് കടന്നു വരികയില്ല. പകരം അവരുടെ സേവനം മുടങ്ങി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മറികടക്കുന്നതിന് വേണ്ടി പോഷകഭാഷ എന്ന ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. സബ്സ്ക്രൈബ്ഡ് അല്ല, പകരം സബ്സ്ക്രൈബ് എന്നാണ് കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളിവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. താങ്ക്